It was only internal pressure that caused me to sit and learn. Sir, I did not wait for it to settle. എന്ന് വേണമെങ്കിൽ പറയാം. I was doing it sad. ഞാൻ ഓണസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യില്ല. ഓണസ്റ്റ് ആണെങ്കിൽ I might clear. Hello everyone. Welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈ കൊല്ലം 149-ാം റാങ്ക് നേടിയ വിഷ്ണുപ്രിയയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള വിഷ്ണുപ്രിയയോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഹായ് വിഷ്ണുപ്രിയ. ഹായ് സർ. വിഷ്ണുപ്രിയ, സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹം അതെങ്ങനെയാണ് മനസ്സിലോട്ട് വന്നേ? സർ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ഡ്രീം ഒന്നും ആയിരുന്നില്ല എനിക്ക് സിവിൽ സർവീസ്. ബട്ട് MSc ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോജക്റ്റ് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് റിസർച്ച് ആ ഒരു ആംഗിളിൽ പോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയ സമയത്ത് ഐ റിയലൈസ്ഡ് മേ ബി ദിസ് ഇസ് നോട്ട് വെയർ ഐ വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. സോ കുറച്ചുകൂടി ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോബ് വേണം എന്നുള്ളത്. ആ സമയത്ത് മൈ ഫാദർ സജസ്റ്റഡ്, ഹീ ഹാഡ് വർക്ക്ഡ് വിത്ത് ഫോറിൻ സർവീസ് ഓഫീസേഴ്സ്. സോ ഹീ സജസ്റ്റഡ് ഇങ്ങനെ സിവിൽ സർവീസ് ഇസ് വൺ ഓഫ് ദി ഓപ്ഷൻസ് വെയർ യു മൈറ്റ് ഗെറ്റ് the satisfaction that you're looking for. ആ സമയത്ത് എക്സാമിനെ പറ്റി കൂടുതൽ വായിച്ചു. But the true calling towards civil service started some 6 or 8 months into preparation, where standard books വായിച്ചു തുടങ്ങി ആൻഡ് NCERTs വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു ഫ്രം വാട്ട് വി ലേൺഡ് ഇൻ സ്കൂൾ. അപ്പോൾ ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു ദാറ്റ് ഇത് പഠിക്കണം, എക്സാമിന് എഴുതണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വായിച്ച സമയത്ത് അതിൽ കുറേ നല്ല കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് സൊസൈറ്റി ഭയങ്കര റോ ആയിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് ഇമ്പാക്റ്റ് ഇസ് വെരി സ്ട്രോങ്. ആൻഡ് അവിടുന്ന് ഡയറക്റ്റ്ലി IFS എന്നുള്ളൊരു കോളിംഗ് വന്നു. ജിയോ പൊളിറ്റിക്സ് നാച്ചുറലി അങ്ങോട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് സിവിൽ സർവീസ് എന്നുള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അച്ഛന് നേരത്തെ ഒത്തിരി ബ്യൂറോക്രാറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആസ് ഇൻ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? സോ കേരളത്തിൽ നിന്ന് ഐ കം ഫ്രം തൃശ്ശൂരിലെ ആറാട്ടുപുഴ എന്നുള്ള സ്ഥലത്താണ് അമ്മയുടെ വീട്. അച്ഛൻ്റെ വീട് പോങ്കുന്നം. പക്ഷെ നാട്ടിലല്ല ജനിച്ചത് നാട്ടിലാണ്, വളർന്നത് ഇവിടെയല്ല. അച്ഛൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഹി വാസ് എ കമ്മീഷൻഡ് ഓഫീസർ. കഴിഞ്ഞ കൊല്ലം റിട്ടയറായി. ഹി റിട്ടയർഡ് ആസ് എ വിംഗ് കമാൻഡർ. സോ അച്ഛൻ്റെ കൂടെ നാട് മൊത്തം, ഇന്ത്യ മൊത്തം കറങ്ങിയായിരുന്നു പഠിത്തമൊക്കെ. 7 സ്റ്റേറ്റ്സിലായിട്ട് ഓൾമോസ്റ്റ് കേന്ദ്രീയ വിദ്യാലയാസിലായിരുന്നു കൂടുതലും പഠിച്ചത്. സോ അങ്ങനെ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് കാരണം സർ പറഞ്ഞ പോലെ ബ്യൂറോക്രാറ്റിക് എക്സ്പോഷർ, ഐ ന്യൂ ഹൗ ഗവൺമെൻറ് വർക്ക്സ്, ഹെറാർക്കി, റെസ്പെക്ട് ദാറ്റ് ദേ ഗെറ്റ് വെൻ ദേ വാക്ക് ഇൻ ടു എ റൂം. അത് ഞാൻ വളരെ അടുത്ത് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിലാണെങ്കിലും പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും പറയും സർ ഇരിക്കൂ, വരൂ, ഉടനെ വെള്ളം കൊണ്ടുവരും. സോ ദാറ്റ് ആദ്യം തോന്നിയിരുന്നത് അച്ഛൻ ചെറുപ്പത്തിലൊക്കെ തോന്നിയിരുന്നത് ഓക്കെ ഇത് നല്ലൊരു കാര്യമാണ്. ബട്ട് ദെൻ ഗ്രാജുവലി ഐ റിയലൈസ് ഇറ്റ്സ് ബിക്കോസ് ദ വാല്യൂ ഓഫ് ദ ഡ്യൂട്ടി ദാറ്റ് ദേ ആർ ഡൂയിങ്. അതുകൊണ്ടാണ് ആ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നത്. സോ എവിടെയൊക്കെയോ ഐ തിങ്ക് ചൈൽഡ്ഹുഡിൽ അത് ഉണ്ടായിരുന്നു ദാറ്റ് ഐ ഓൾസോ വോണ്ട് ടു ബി സംവൺ ലൈക്ക് ദാറ്റ്. സോ യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ 7 സ്റ്റേറ്റ്സിലായിട്ടാണ് നമ്മുടെ സ്കൂളിങ്ങും പ്രൈമറി എഡ്യൂക്കേഷനും എല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒത്തിരി മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ കിട്ടും, റൈറ്റ്? ഹൗ ഹാസ് ഇറ്റ് ഷേപ്ഡ് യു ആസ് എ പേഴ്സൺ? സോ ഇന്ത്യയിലെ പോലെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഈച്ച് സ്റ്റേറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ലാംഗ്വേജ് ആൻഡ് കൾച്ചർ വളരെ അധികം എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. വൺ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ ലേൺ നെറ്റ്വർക്കിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. സോ 2 കൊല്ലത്തിനും കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല. സോ ഒരു സ്കൂളിൽ പോയി അവിടെ ഫ്രണ്ട്സ് ഉണ്ടാക്കി വരുമ്പോഴേക്കും അവിടെ നിന്ന് വേഗം ഷിഫ്റ്റ് ചെയ്യണം. സോ വേഗം ഫ്രണ്ട്സ് ഉണ്ടാക്കണം ആൻഡ് ഡിറ്റാച്ചും ആവണം. സോ ദാറ്റ് വാസ് സംതിങ്, അത് പേഴ്സണാലിറ്റീനെ നന്നായി മോൾഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ക്വിക്ക്ലി മേക്ക് ഫ്രണ്ട്സ്. സോ നെറ്റ്വർക്കിങ്ങിനെ വേഗം കുറേ അതിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സർ കോൺഫിഡൻസ് ഓൾസോ, ഇറ്റ് ഹാസ് ഗിവൺ മീ കോൺഫിഡൻസ്, ഒരു സെൻസ് ഓഫ് പേട്രിയോട്ടിസം. ബിക്കോസ് ഇറ്റ് വാസ് ഇന്ത്യൻ എയർഫോഴ്സ്, അത് ഭയങ്കര ഒരു പേട്രിയോട്ടിക് സെൻസ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ വാസ് വെരി ഷുവർ ഐ വാണ്ടഡ് ടു ഡു എ ജോബ് വിത്ത് ആൻ ഇന്ത്യ ടാഗ്. സോ അതുകൊണ്ടും കൂടിയൊക്കെയാണ് സിവിൽ സർവീസിലേക്ക് വന്നിട്ടുള്ളത്.
പിന്നെ സർ അബൌട്ട് കൾച്ചറൽ എക്സ്പോഷർ ഇറ്റ്സെൽഫ്, ഓരോ സ്റ്റേറ്റിലും നമ്മൾ മാറണം, അതിനനുസരിച്ച് അവിടുത്തെ ആൾക്കാരായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ മാറണം. സോ ആ ഒരു അഡാപ്റ്റബിലിറ്റി ഓൾസോ ഡിഫൻസ് ഹാസ് ടോട്ട് മീ ചൈൽഡ്ഹുഡ് വഴി. അപ്പം എയർഫോഴ്സിലൊക്കെ ആവുമ്പോൾ എസ്പെഷ്യലി എയർഫോഴ്സിലെ ഓഫീസേഴ്സിൻ്റെ ചിൽഡ്രൻ കുറേ കൂടെ ഡിസിപ്ലിൻഡ് ആണ്, അവരുടെ വാല്യൂ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഹൗ ട്രൂ ഇസ് ദാറ്റ്? So I feel like it's very true. Again, it depends from family to family. പക്ഷേ എൻ്റെ ഫാമിലിയിൽ ഇറ്റ് വാസ് ഡിസിപ്ലിൻ ഇസ് ഓൾവേസ് സംതിങ് ദാറ്റ്സ് എംഫസൈസ്ഡ് ഓൺ. ഓൾവേസ് ഞങ്ങളിങ്ങനെ കളിയാക്കി പറയും, അച്ഛനൊക്കെ ഒരു 7 o'clock ടൈം വന്നാൽ 6:45 തന്നെ അച്ഛൻ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ്സ് ഇൻകൾക്കേറ്റഡ്. അനദർ വാല്യൂസ് ഫിസിക്കൽസ് ഇസ് കൺസിഡേർഡ് വെരി സ്ട്രോങ്. സോ ചൈൽഡ്ഹുഡ് തൊട്ട് ഗെയിംസ്, സ്പോർട്സ്, സം കൈൻഡ് ഓഫ് സ്പോർട്സ് യു ഹാവ് ടു ബി വെരി ആക്റ്റീവ് ഇൻ. അപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ ബാഡ്മിൻ്റനും ബാസ്കറ്റ് കളിച്ചിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ന്യൂ ആയിട്ട് യോഗ ആൻഡ് ജിമ്മിൽ ട്രെയിനിങ്. സോ ദാറ്റ് ഐ തിങ്ക് ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ ഇറ്റ് ഡയറക്ട്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു യുവർ മെൻറ്റൽ കാലസിങ് ഓൾസോ. സോ ബോത്ത് ആർ നോട്ട് ഡൈവർജൻ്റ് അല്ല, രണ്ടും ഇൻറ്റഗ്രേറ്റഡ് ആണ്. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് പേഴ്സണാലിറ്റി ഓൾസോ. നേരത്തെ പറഞ്ഞു MSc ഫിസിക്സിന് ശേഷമാണ് റിസർച്ച് ചൂസ് ചെയ്യാതെ സിവിൽ സർവീസിലേക്ക് വന്നതെന്ന്. അപ്പോൾ ഡയറക്റ്റ്ലി സിവിൽ സർവീസ് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നോ, അതോ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാംസ് പാരലലി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഫൈനലി സിവിൽ സർവീസിലേക്ക് വന്നെത്തിയത്? സർ, MSc വിടാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നോക്കിയിരുന്നു. ആ സമയത്ത് ഐ ഡിഡ് എ റേറ്റിംഗ് ഓഫ് വിച്ച് വൺ ഐ ഹാവ് മോർ കോളിംഗ് ടുവേർഡ്സ്. സോ എന്തിനാണ് പ്ലാൻ എ എന്ന് വെക്കേണ്ടത്, എന്തിനാണ് പ്ലാൻ ബി? സോ ഐ ഹാഡ് ഒരു വരെ പ്ലാൻ, ഒരു 5 പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പുൾ വാസ് ടുവേർഡ് സിവിൽ സർവീസ്. സോ ഇപ്പോൾ ഡെയിലി പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഒരു 8 hours ഞാൻ സിവിൽ സർവീസ് കൊടുക്കും. ബാക്കി 2 hours ഐ വുഡ് പ്രിപ്പയർ ഫോർ എനി അതർ എക്സാം ദാറ്റ്സ് കമ്മിങ് അപ്പ്. അങ്ങനെ കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം MBA ഇറ്റ് വാസ് മൈ സെക്കൻഡ് ചോയ്സ്. അപ്പോൾ CAT എഴുതിയിട്ടുണ്ട്, SIBM, സിംബയോസിസ്, അങ്ങനത്തെ എക്സാംസ് എഴുതിയിട്ടുണ്ട്. തേർഡ് വാസ് അതർ ഗവൺമെൻറ് എക്സാംസ് ലൈക്ക് SSC CGL, അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് എഴുതിയിട്ടുണ്ട്. ബാങ്ക് IBPS ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു, മെയിൻസ് കിട്ടിയില്ല. അങ്ങനെ സോ അങ്ങനെ ഇങ്ങനെ ഒരു ഹെയറാർക്കി, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ആ ഒരു രീതിയിൽ എല്ലാ എക്സാംസും ഞാൻ എഴുതാത്ത എക്സാമൊന്നും ഇല്ല ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നു. ഓക്കെ, അപ്പം ഇത്രയും എക്സാംസിന് എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈ എക്സാംസുമായിട്ട് ഹൗ ഡിഫറെൻറ്റ് ഇസ് ഇറ്റ്? സർ, വൺ ഇസ് വിത്ത് റെസ്പെക്ട് ടു ഡൈവേഴ്സിറ്റി ഓഫ് ദി ടോപ്പിക്സ് ദാറ്റ് വി ഗെറ്റ് ടു സ്റ്റഡി ഇൻ സിവിൽ സർവീസ്. മറ്റുള്ള എക്സാംസിൽ സിലബസ് ഇസ് വെരി ഫിക്സ്ഡ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അത് നമുക്ക് സിവിൽ സർവീസിൽ ഒരു പേപ്പർ മാത്രമാണ്, CSAT എന്ന് പറയുന്ന ഒരു പേപ്പറിൽ മാത്രമേ ഈ കണ്ടൻറ്റ് വരുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഇറ്റ്സ് വെരി ഗ്രൗണ്ട് ലെവൽ നോളജ് ഓഫ് ഹൗ തിങ്സ് വർക്ക് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മളെല്ലാ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. ദർ ഇസ് നത്തിങ് വി ലീവ് ഔട്ട് ഇൻ സിവിൽ സർവീസ്. സോ ആ ഡൈവേഴ്സിറ്റി ഈസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ നെക്സ്റ്റ്ലി ഐ ഫീൽ ലൈക്ക് സിവിൽ സർവീസ് ഒരു ഒബ്ജക്റ്റീവ് സാധനമല്ല. ലൈക്ക് യു സ്റ്റഡി ഫ്രം ദ ബുക്ക്, എന്നിട്ട് അതേ നോളജ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടും. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറേ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കാണ് സിവിൽ സർവീസ് കിട്ടുക. ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻസി ഈസ് റിക്വയർഡ്. പക്ഷെ പഠിച്ചാൽ മാത്രം പോരാ, ദർ നീഡ്സ് ടു ബി അനാലിസിസ്, ദർ നീഡ്സ് ടു ബി എ ലോട്ട് ഓഫ് ഡിസ്കഷൻ. ഇപ്പോൾ പിയർ ഗ്രൂപ്പിലൊക്കെ ഐ ഹാവ് ബെനിഫിറ്റഡ് എ ലോട്ട് ഫ്രം ദാറ്റ്. കാരണം അതിൽ നിന്ന് നമ്മുടെ ബേസിക് ഐഡിയാസ് ഷേപ്പ് ചെയ്യുന്നു, യു ചേഞ്ച് ആസ് എ പേഴ്സൺ, കുറേ കൂടുതൽ സെൻസിറ്റീവ് ആവുന്നു സൊസൈറ്റിയുടെ അടുത്ത്, ഇൻക്ലൂസീവ് ആവുന്നു ഇൻ യുവർ മൈൻഡ് സെറ്റ്. സോ അങ്ങനത്തെ ഷിഫ്റ്റ്സ് ആൻഡ് ഓൾ ഡയറക്ട്ലി ട്രാൻസ്ലേറ്റ്സ് ടു ക്ലിയറിങ് ദി എക്സാം. സോ ഫസ്റ്റ് യു ഹാവ് ടു ഗ്രോ ആസ് എ പേഴ്സൺ. ആ ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ ക്ലിയർ ദി എക്സാം. സോ ഇപ്പോൾ ക്ലിയർ ആയവരോടും ആവാത്തവരോടും കുറേ പേരോട് സംസാരിക്കുമ്പോൾ, വെറ്ററൻ ആസ്പിറൻസിനോട് സംസാരിക്കുമ്പോൾ, ദേ ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. സോ ദാറ്റ്സ് വെരി ഡിഫറെൻറ്റ്, ഇറ്റ്സ് യുണീക്ക് ടു സിവിൽ സർവീസ് ഐ ഫീൽ. വിഷ്ണുപ്രിയക്ക് ഇപ്പം സിവിൽ സർവീസസ് കിട്ടി, പക്ഷേ ലെറ്റ്സ് ഇമാജിൻ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. സിവിൽ സർവീസസ് കിട്ടിയില്ലെങ്കിൽ വുഡ് യു ഹാവ് കൺസിഡർ ദിസ് പ്രിപ്പറേഷൻ എ ഫെയിലിയർ? നെവർ സർ. ഇത് ഗ്രോത്തും ഡെഫിനറ്റ്ലി ദർ ഹാവ് ബീൻ ഫെയിലിയേഴ്സ് ഇൻ ദ പ്രെപ്പ് ഇറ്റ് സെൽഫ്. പക്ഷേ ഞാൻ ഒരിക്കലും ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ ഇറ്റ്, അല്ലെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബിക്കോസ് ലൈക്ക് ഐ സെഡ്, എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിലും ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് മീ ആസ് എ പേഴ്സൺ. സോ അത് മാത്രമല്ല, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എത്തിക്സ് വേണം. യു നീഡ് ടു ബി വെരി ബ്രൂട്ടലി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നമ്മൾ ഉഴപ്പിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ ഹോണസ്റ്റ് ആയിരിക്കണം.
നല്ല ഹൈ ലെവൽ ഇൻറ്റഗ്രിറ്റി വേണം. ഇഫ് യു ഹാവ് ടു സ്റ്റിക്ക് ടു എ റൂട്ടീൻ എവറി ഡേ, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഭയങ്കര പേഷ്യൻസ് പഠിപ്പിക്കുന്ന ഒരു എക്സാമാണ്. കാരണം ഒരു പ്രാവശ്യം പ്രിലിംസ് പോയിട്ട് നെക്സ്റ്റ് 1 year ഫുൾ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത പ്രിലിംസ് വരുന്നത്. സോ അത്രയും നാൾ ദർ ഇസ് നോ വൺ ടു പുഷ്. ഐ വാസ് ഡൂയിങ് സെൽഫ് സ്റ്റഡി ഓൾസോ. സോ എൻ്റെ വീട്ടിൽ നിന്നും പ്രഷർ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി ഇൻറ്റേർണൽ പ്രഷർ ദാറ്റ് കോസ് മീ ടു സിറ്റ് ആൻഡ് ലേൺ. സോ അത് ചേഞ്ചസ് യു ആസ് എ പേഴ്സൺ. പിന്നെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ലൈക്ക് ഐ സൈഡ് എനിക്ക് പ്ലാൻ സി ഉണ്ടായിരുന്നു. പ്ലാൻ ബി വാസ് MBA. ഞാൻ MBAയുടെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് അവിടെ ഡയറക്റ്റ്ലി എൻ്റെ സിവിൽ സർവീസ് നോളജ് ഐ ഹാവ് പുട്ട് അക്രോസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് വർക്ക്ഡ് ഇൻ മൈ ഫേവർ. എനിക്ക് കോൾ ലെറ്ററൊക്കെ വന്നിരുന്നു ഫോർ MBA ഓൾസോ. സോ ദാറ്റ്സ് വൺ ഏരിയ. ഇപ്പോൾ പറഞ്ഞല്ലോ, യു നീഡ് ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് എസ്പെഷ്യലി യു ഹവ് ടേക്കൺ 3 attempts, റൈറ്റ്? അപ്പോൾ നമ്മളൊരു ഫെയിലിയർ നേരിടുമ്പോൾ how did you introspect, as in how were you brutally honest to yourself and how did you come back? Sir, it was objective because I had understood very earlier on that if I'm not honest, ഞാൻ ക്ലിയർ ചെയ്യില്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ ഓണസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യില്ല. ഓണസ്റ്റ് ആണെങ്കിൽ ഐ മൈറ്റ് ക്ലിയർ. സോ ദാറ്റ് വാസ് ദ ഓൺലി റൂട്ട് എഡ്. പിന്നെ ഓഫൻ ടൈംസ് വെൻ യു ആർ ഡൂയിങ് സംതിങ് യു ഡോണ്ട് റിയലൈസ്. ഇപ്പോൾ പ്രിലിംസിൽ തന്നെ വൈൽ ഐ വാസ് പ്രിപ്പയറിങ് ഐ തോട്ട് ഓക്കെ വാട്ട് ഐ എം ഡൂയിങ് ഇസ് പെർഫെക്റ്റ്, ഞാൻ എന്തായാലും ഇപ്രാവശ്യം ക്ലിയർ ചെയ്യും. പക്ഷെ ക്ലിയർ ചെയ്യാണ്ടായപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ആ സ്ട്രാറ്റജി റോങ് ആയിരുന്നു. സോ ഇറ്റ്സ് ട്രയൽ ആൻഡ് എറർ. സോ യു കാൻറ്റ് ഫോഴ്സ് ദ റൈറ്റ് സ്ട്രാറ്റജി. യു ക്യാൻ ഓൾവേസ് ടോക്ക് ടു പീപ്പിൾ ആൻഡ് ഗെറ്റ് എല്ലാ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് കിട്ടാം ആൻഡ് യു ക്യാൻ ട്രൈ ഔട്ട് തിങ്സ്. പക്ഷെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു സബ്ജക്റ്റീവ് ട്രാജക്ടറി ഉണ്ടാവും ഇൻ സിവിൽ സർവീസ് എക്സാം. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച്. ഇപ്പോൾ 70 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്ത് പ്രിലിംസ് ക്ലിയർ ചെയ്തവരുണ്ട്. 65 ക്വസ്റ്റ്യൻസ് മാത്രം സ്ട്രാറ്റജി ആക്കി വെച്ച് അറ്റംപ്റ്റ് ചെയ്തവർ ക്ലിയർ ചെയ്തവരുണ്ട്. 100 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നവരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇറ്റ്സ് എ ഹിറ്റ് ആൻഡ് ട്രയൽ. സോ ഇഫ് യുവർ ഹിറ്റ് ആൻഡ് ട്രയൽ ഹാസ് ടു വർക്ക് ഔട്ട്, യു ഹാവ് ടു ബി ഓണസ്റ്റ്. ഇപ്പോൾ പ്രിലിംസിന് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് തോന്നിയ 1-2 സ്റ്റഡി ടെക്നിക്സ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമോ? യെസ് സർ. സോ ഫസ്റ്റ് ഇസ് ഡൂയിങ് ദ സ്റ്റാൻഡേർഡ് ബുക്സ് വെരി വെൽ. സ്റ്റാൻഡേർഡ് ബുക്സ് ഒരു ടോട്ടൽ ഒരു 9 ബുക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 8 ബുക്കേ ഉള്ളൂ. സോ മൾട്ടിപ്പിൾ റിവിഷൻസ് ഓഫ് ദ സെയിം ബുക്ക്, ദാറ്റ്സ് വൺ തിങ് ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്ന് പെട്ടെന്ന് പറയാമോ? യെസ് സർ. സർ പൊളിറ്റിക്ക് ലക്ഷ്മികാന്ത്, പിന്നെ NCERTs ബിപിൻ ചന്ദ്ര, സതീഷ് ചന്ദ്ര, സ്പെക്ട്രം ഫോർ ഹിസ്റ്ററി, 11th-ൻ്റെയും 12th-ൻ്റെ NCERT ഫോർ ജോഗ്രഫി, എക്കണോമിക്സിൻ്റെ മാക്രോ എക്കണോമിയുടെ ബുക്ക് 12th-ൻ്റെ, ആൻഡ് എനി സ്റ്റാൻഡേർഡ് അതർ ബുക്ക് ദാറ്റ് യു ക്യാൻ ഫോളോ. കാരണം എക്കണോമി ഈസ് എ ഡൈവേഴ്സ്, സോ ഡൈനാമിക് സബ്ജക്റ്റാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആൻഡ് കറണ്ട് അഫെയർസ് സോഴ്സസ് ഐ യൂസ് ടു ഫോളോ PT 365 ആണ് ഫോളോ ചെയ്തത് കറണ്ട് അഫെയർസിന്. സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ. So these were my standard sources and self notes. So e-books standard ആണ്. So you need to do it thoroughly, multiple revisions. പിന്നെ PYQs. So I've done the same PYQs 2012 തൊട്ടിട്ടുള്ള PYQs സോൾവ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. സോ ഒരു ഇയറിലത്തെ PYQ I would have at least done 10 times the same PYQs, because പ്രിലിംസിനൊരു ലാംഗ്വേജ് ഉണ്ട്. So solving the PYQs itself will try to നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും വാട്ട് കൈൻഡ് ഓഫ് ലാംഗ്വേജ് UPSC is focusing on, what are ഫോക്കസ് ഏരിയാസ്, ചില ട്രെൻഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടാവും. സോ പ്രിലിംസിൽ ക്യാച്ചിങ് ദാറ്റ് ലാംഗ്വേജ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രിലിംസ് കിട്ടാത്ത വർഷം, റൈറ്റ്, ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്, റൈറ്റ്? 2 പ്രാവശ്യം പ്രിലിംസ് കിട്ടിയില്ല, 3ാമത്തെ പ്രാവശ്യമാണ് പ്രിലിംസ് കിട്ടിയത്. അപ്പോൾ ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്? കാരണം നമുക്ക് നല്ലപോലെ പഠിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമവും അതിൻ്റെ കൂടെ സെൽഫ് ഡൗട്ടും വരാം. സോ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ്? സർ, ഐ ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ ഇറ്റ് ടു സെറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഐ വാസ് ഡൂയിങ് ഇറ്റ് സാഡ് ബിക്കോസ് ഐ ന്യൂ ഐ ഡിഡ് നോട്ട് ഹാവ് മച്ച് ടൈം. സോ എനിക്ക് അറിയായിരുന്നു മനസ്സിൽ വിഷമമുണ്ട്, പക്ഷേ ടൈമില്ല കളയാൻ. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡിഡ് വാസ് ഐ ഡിഡ് ഈ പറഞ്ഞ പോലെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ. സോ അങ്ങനെ വൺ തിങ് ദാറ്റ് ഐ റിയലൈസ്ഡ് വാസ് ഐ വാസ് ഡൈവേഴ്സിഫൈങ് ദ സോഴ്സസ്. ഞാൻ ന്യൂസ് പേപ്പർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ആൻഡ് കുറേ മാഗസീൻസ് വായിച്ചിരുന്നു ആ ഒരു സമയത്ത്. കുരുക്ഷേത്ര യോജന, ഡൗൺ ടു എർത്ത്, അങ്ങനെ കുറച്ച് മാഗസീൻസ് വായിച്ചിരുന്നു. നോട്ട് സെയിങ് ദാറ്റ് ഈ മാഗസീൻസ് ഒക്കെ വണ്ടർഫുൾ മാഗസീൻസ് ആണ്, പക്ഷേ ഐ കുഡ് നോട്ട് റിവൈസ് ഇറ്റ്. സോ ഇറ്റ് വാസ് ടു മച്ച് ഓഫ് നോളജ് ആൻഡ് ലാക്ക് ഓഫ് റിവിഷൻ. ദാറ്റ് വാസ് മൈ പ്രോബ്ലം ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോൾ ഇറ്റ് വാസ് മോർ അബൌട്ട് എക്സാമിൻ്റെ സമയത്തുള്ള പ്രസൻസ് ഓഫ് മൈൻഡ്, ബിക്കോസ് ഐ വാസ് വെരി വെൽ പ്രിപ്പയർഡ്.
പക്ഷേ 2024 വാസ് മൈ സെക്കൻഡ് അറ്റംപ്റ്റ് ആൻഡ് ആ ഒരു സമയത്ത് ഇറ്റ് വാസ് എൻ ഈസിയർ പേപ്പർ, ഇറ്റ്സ് കൺസിഡേർഡ് ആൻ ഈസിയർ പേപ്പർ. സോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഓക്കെ നല്ല പേപ്പറാണ്, ഇപ്രാവശ്യം ക്ലിയർ ചെയ്യാം. ബട്ട് ദെൻ ഞാൻ 2023 പേപ്പറിൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് 2024 അറ്റംപ്റ്റ് ചെയ്തത്. സോ ഐ നീഡഡ് ടു ചേഞ്ച് മൈ സ്ട്രാറ്റജി അക്കോർഡിംഗ് ടു വാട്ട് ദി പേപ്പർ വാസ്. പക്ഷെ ഞാൻ 70 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്ത് നിർത്തി, ആൻഡ് ആ കൊല്ലം കയറിയില്ല. സോ ഐ ഫെൽറ്റ് ലൈക്ക് എക്സാമിൻ്റെ സമയത്ത് ഇരുന്നിട്ട് ബീയിങ് ഫ്ലെക്സിബിൾ ആൻഡ് ചേഞ്ചിങ് യുവർ സ്ട്രാറ്റജി ഇഫ് നീഡ് അറൈസസ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. So 25 I completely changed. It was nothing like I planned in my tests. I did nothing which was comparable to that. കാരണം എനിക്ക് ആ 2025 പേപ്പറിൽ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഐ ചേഞ്ച് മൈ സ്ട്രാറ്റജി ഓൺ സ്പോട്ട് ആൻഡ് അത് കാരണമാണ് കയറിയത് തോന്നുന്നു. സോ പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് സംതിങ് ദാറ്റ് ഐ പിക്ഡ് അപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തിൽ പ്രിലിംസ് ആണ്. അപ്പോൾ ഈ വർഷം പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് വിഷ്ണുപ്രിയയ്ക്ക് കൊടുക്കാനുള്ളൊരു നല്ല അഡ്വൈസ് എന്തായിരിക്കും? ഈ ലാസ്റ്റ് 1.5 months എന്ത് ചെയ്യണം? So one is focus on revisions of standard books. Return on investment ഹൈ ആയിട്ടുള്ള സോഴ്സസ് മാത്രം കൂടുതൽ ഫോക്കസ് ഇടുക. ആൻഡ് ഡു ദ PYQs, കീപ് പ്രാക്ടീസിങ് ദ ടെസ്റ്റ്സ്. ആൻഡ് ടെസ്റ്റ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഐസൊലേറ്റഡ് വിത്ത് യുവർ റിവിഷൻ. സോ റിവിഷൻ ചെയ്തിട്ട് അത് ടെസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സോൾവ് സം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യുക. ആൻഡ് ലൈക്ക് വൈസ് സോ ഡു ആൻ ഇൻറ്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ ഓഫ് ദ പ്രാക്ടീസ് ടെസ്റ്റ്സും പിന്നെ നോളജും. ദാറ്റ്സ് വൺ തിങ് ദാറ്റ് ഐ വുഡ് വാണ്ട് ടു സേ. ആൻഡ് ദെൻ സ്റ്റേ കോൺഫിഡൻറ്റ്, ലൈക്ക് വാട്ട് എവർ യു നോ ദാറ്റ് വിൽ സഫൈസ്. ഇഫ് യു ആർ എ സീരിയസ് ആസ്പിരൻറ്റ് യു ഡോണ്ട് നീഡ് ടു നോ എവറിത്തിങ്. എല്ലാം പഠിച്ചിട്ട് ആർക്കും പോകാൻ പറ്റില്ല. സോ ജസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ വാട്ട് യു ഓൾറെഡി നോ. അതാണ് പറയാൻ. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് കം ടു ദ മെയിൻ സ്റ്റേജ്. റൈറ്റ്, മെയിൻസിന് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന 1-2 സ്ട്രാറ്റജീസ് പറയാമോ? ആൻഡ് ഓൾസോ ഹൗ യു ഡെവലപ്പ് ദ ആൻസർ റൈറ്റിംഗ് സ്കിൽ. So I started writing answers immediately when I started preparing on the. അപ്പോൾ because I'm someone who likes writing, ഞാനത് സ്റ്റാർട്ടിങ് തൊട്ടേ ചെയ്തിരുന്നു. ആൻഡ് ബൈ ദ ടൈം തേർഡ് അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്കും ഐ ഹാഡ് എ വെരി ക്ലിയർ ഐഡിയ വാട്ട് ഈസ് ഡിമാൻഡഡ് ഓഫ് മീ. അഗൈൻ 2 സോഴ്സസ് were important, PYQs and toppers copy. So PYQ there are certain areas that are repeatedly asked. അതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഐ ഹാഡ് ടു ബി പ്രിപ്പയർഡ്. കാരണം എക്സാം ടൈമിൽ എനിക്കത് ഒരു ക്രിയേറ്റീവായിട്ട് അപ്പിരുന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഐ നീഡ് ടു ഹാവ് ദ ഡാറ്റ ഓൾറെഡി വിത്ത് മീ. ദാറ്റ് വാസ് വൺ തിങ്. സോ PYQ ഐ ഐസൊലേറ്റഡ് ദ സിലബസ്. ഒരു സിലബസ് ബൗണ്ടറി ഉണ്ട്. സോ അതിൽ നിന്ന് ഐ മെയ്ഡ് മൈ ഓൺ നോട്ട്സ്, ഐ മെയ്ഡ് മൈ ഓൺ ഡേറ്റ. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഐ യൂസ് ടു കീപ് തിങ്കിങ് ഓക്കെ ആ ക്വസ്റ്റ്യനിൽ ഈ ഡാറ്റ വുഡ് ഹാവ് ബീൻ വണ്ടർഫുൾ. സോ ഐ ഹാഡ് സ്റ്റഡീഡ് ദ PYQs വെരി വെൽ. ദാറ്റ്സ് വൺ തിങ്. പിന്നെ പറഞ്ഞ പോലെ ടോപ്പേഴ്സ് കോപ്പി ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് വാട്ട് യു നീഡ് ടു ഡു ഇൻ ദ പേപ്പർ. സോ അങ്ങനെ ടോപ്പേഴ്സിൻ്റെ കോപ്പീസ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതണം, ദിസ് ഇസ് ദ സ്റ്റൈൽ ദാറ്റ് ഐ മസ്റ്റ് ഫോളോ, കീവേഡ്സ് യൂസ് ചെയ്യണം, ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യണം. സോ ആ ഒരു ഐഡിയ കിട്ടി. പിന്നെ ഡെയിലി റൈറ്റിംഗ് ഡെയിലി ആഫ്റ്റർ യു ക്ലിയർ പ്രിലിംസ് ഐ യൂസ് ടു റൈറ്റ് 45 minutes ഓഫ് ആൻസേഴ്സ് എവറി ഡേ. സോ ടൈം മാനേജ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്തു. ആൻഡ് അഗൈൻ ടെസ്റ്റ് സീരീസ്, ഇറ്റ്സ് പ്രാക്ടീസ് ഫോർ മെയിൻസ്. സോ ജസ്റ്റ് കീപ്പ് ഓൺ റൈറ്റിംഗ് ആൻഡ് ബൈ ദി എൻഡ് ഓൺലി യു വിൽ ഗെറ്റ്. ഒരു പെർഫെക്റ്റ് ആൻസർ ഒന്നും ചിലപ്പോൾ മേ ബി കിട്ടുമായിരിക്കില്ല, പക്ഷേ യു ക്യാൻ റീച്ച് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ലെവലെങ്കിലും എത്തും. സോ പ്രാക്ടീസ്. ആൻഡ് മെയിൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലറാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി MSc ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹിസ്റ്ററിയാണ് ഓപ്ഷൻ എടുത്തത്. എങ്ങനെയാണ് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചത്? സർ ഞാൻ ഇനീഷ്യലി ഫിസിക്സ് തന്നെയാണ് കൺസിഡർ ചെയ്തത് ആസ് ആൻ ഓപ്ഷൻ. ഐ ചെക്ക് ദ സിലബസ്. പക്ഷേ സിലബസ് ചെക്ക് ചെയ്തപ്പോൾ ഐ തോട്ട് സിലബസ് ഈ അഗൈൻ ഓപ്ഷണൽ ഇസ് ലൈക്ക് ഒരു സെക്കൻഡ് ഹാഫ് ആണ് നമ്മുടെ. സോ അതാണ് നമ്മൾ മാക്സിമം പഠിക്കുന്ന സബ്ജക്റ്റ്. സോ ഫിസിക്സിൽ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദോ ഇറ്റ്സ് മൈ സബ്ജക്റ്റ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഐ വിൽ ഹാവ് ടു സ്പെൻഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഓവർ കോൺഫിഡൻസ് പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഡൂയിങ് സെൽഫ് സ്റ്റഡി. ഞാൻ ബാക്കി എല്ലാ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സും ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. സോ ടൈം വാസ് എ പ്രോബ്ലം ഫോർ മീ, എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. സോ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് ആൻ ഓപ്ഷണൽ ദാറ്റ് വുഡ് ഗിവ് മീ മോർ ബെനിഫിറ്റ്, മോർ റിട്ടേൺ. ഇഫ് ഐ ഡു ഇറ്റ് വൺസ് ഐ മസ്റ്റ് ബി ഏബിൾ ടു ഹാക്ക് മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ഫ്രം ദാറ്റ്. ദാറ്റ്സ് വൈ ഐ ചോസ് ഹിസ്റ്ററി. ആൻഡ് അതിൽ ജോഗ്രഫി, പൊളിറ്റി അങ്ങനെ പല സബ്ജക്ട്സും ഉണ്ട്. പക്ഷേ ഹിസ്റ്ററി ഐ ചോസ് ബിക്കോസ് നാച്ചുറലി ഐ ഹാഡ് എൻ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ഇറ്റ്.
10th സ്റ്റാൻഡേർഡിൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഹിസ്റ്ററി അത് കഴിഞ്ഞ് വിട്ടത്. സോ സിവിൽ സർവീസ് പ്രസൻറ്റഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ഹിസ്റ്ററി അഗൈൻ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ അതെടുക്കാം, ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി ഒരു സബ്ജക്റ്റ് എടുത്ത കാരണം ഐ തിങ്ക് പ്രിലിംസിന് ഹെൽപ്പ് വന്നു. ആൻഡ് GS1 എത്തിക്സ് എസ്സേ അങ്ങനെ പല പേപ്പറിലും ഡയറക്റ്റ്ലി അത് അപ്ലൈ ചെയ്യാൻ പറ്റി. സോ യാ. ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊന്ന് ബ്രീഫ്ലി പറയാം. യെസ് സർ, ഹിസ്റ്ററി ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. സോ അഗൈൻ ഐ യൂസ്ഡ് ഓൺലൈൻ സൈറ്റ് കോൾഡ് ദ സെൽഫ് സ്റ്റഡി ഹിസ്റ്ററി, ഡൽഹി ബേസ്ഡ് ആണ്. അതിൽ നോട്ട്സ് സ്റ്റാൻഡേർഡ് ബുക്സിനെല്ലാം കമ്പൈൽ ചെയ്തിട്ടുള്ള കൺസൈസ് നോട്ട്സ് ഉണ്ടായിരുന്നു. സോ ഐ ഫോളോഡ് ദാറ്റ് thoroughly. പിന്നെ ഐ ഹാഡ് മൈ ഓൺ സെൽഫ് നോട്ട്സ്. സോ ഞാൻ അതിൽ നിന്ന് സ്വയം നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ PYQ ബേസിസിൽ again there were 3 rounds of notes that I made. So one was directly from self study. പിന്നെ മെയിൻസിൻ്റെ മുമ്പത്തെ 2.5 മാസം I again made more concise notes from that, revision ready notes, കീവേഡ്സ് മാത്രം എഴുതിയിട്ടുള്ള നോട്ട്സ്, മാപ്പ് മാത്രം വെച്ചിട്ടുള്ള സെപ്പറേറ്റ് നോട്ട്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നു. സോ ദാറ്റ് ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ടു പുട്ട് ഇൻ ദ പേപ്പർ. സോ അങ്ങനെ ഒരു സ്ട്രീം ലൈൻഡ് പ്രിപ്പറേഷൻ ആയിരുന്നു ഫോർ ഹിസ്റ്ററി. നമ്മൾ നേരത്തെ നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ആ നോട്ട് മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? ഫിസിക്കലി ആണോ ഡിജിറ്റലി ആണോ, എങ്ങനെയായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു അപ്ഡേറ്റ് ചെയ്തിരുന്നത്, അതൊക്കെ ഒന്ന് പറയാമോ? സോ ഫോർ മീ എനിക്ക് ഫിസിക്കൽ നോട്ട്സ് കുറച്ചുകൂടി ഈസിയാണ് ബിക്കോസ് ഐ ലേൺ അലോങ് വിത്ത് റൈറ്റിംഗ്. സോ എൻ്റെ ഫിസിക്കൽ നോട്ട്സ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് വാസ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ. സോ ടോപ്പിക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് PYQs എന്നാണ്. അതിൽ ഐ അഗൈൻ വെൻറ്റ് ഫോർ ഡേറ്റ ദാറ്റ് ഇസ് മോർ ജനറിക് ഡേറ്റ. ഇപ്പോൾ ഐ നെവർ യൂസ് ടു ടേക്ക് സ്പെസിഫിക് ഡാറ്റ. ഇപ്പോൾ ഒരാശയത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ആണെങ്കിൽ ഐ വിൽ നെവർ മേക്ക് ഇറ്റ് ഇൻ മൈ നോട്ട്സ്. ആ ഡാറ്റ വെച്ചിട്ട് ഒരു 2-3 ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റണം, അങ്ങനെയായിരിക്കും. യെസ് യെസ്. സോ ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റിൻ്റെ ഇമ്പാക്റ്റ് ഓൺ വിമൻ. ഇഫ് ഐ ഗെറ്റ് സച്ച് എ ഡാറ്റ ഐ വുഡ് ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ്. കാരണം ഇറ്റ് ക്യാൻ ബി directly applied if I'm asked a question on social justice, if I'm asked a question on women, if I'm asked a question on climate change or even disasters. I can readily quote this data in my answer because it is multifaceted. So all my data used to be generic in nature rather than specific. So that's one thing in note making il nokkiyadu. Pinne sir note making എനിക്ക് ഭയങ്കര കൺസൈസ് ആയിരുന്നു. For my entire mains I had only one notebook of data for all the papers combined. So and I used to use the same data in every paper. ഞാനിപ്പോൾ GS1 എപ്പോൾ എഴുതിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് എഴുതിയാലും ഓൾവേസ് ഐ വുഡ് യൂസ് ദ സെയിം ഡാറ്റ. സോ അങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തു. ആൻഡ് സെയിം ഡാറ്റ തന്നെ വീണ്ടും വീണ്ടും എഴുതി, അതന്നെ ഫൈനൽ പേപ്പറിലും എഴുതി. സോ കീപ്പിംഗ് ഇറ്റ് കൺസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പ്രിലിംസിനെ കുറിച്ചും മെയിൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഫൈനൽ സ്റ്റേജ്, ഇൻ്റർവ്യൂ സ്റ്റേജ്. ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിൽ ചോദിച്ച എന്തെങ്കിലും ഒരു മെമ്മറബിൾ ക്വസ്റ്റ്യൻ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? Yes, sir. So one second question to me was about my name. So the question was Vishnupriya Nanalo. So what's the meaning of that name? So I said the meaning. So sir was like, എന്തുകൊണ്ടാണ് മെയിൽ ഗോഡ്സിൻ്റെ കൂടെ പ്രിയ എന്നിടുന്നത്, ഫീമെയിൽ ഗോഡ്സിൻ്റെ കൂടെയും പ്രിയ എന്നിട്ടൂടെ? വൈ ഇസ് ഇറ്റ് ഓൾവേസ് വൈ ഡസ് ഇറ്റ് ഹാവ് ടു ബി ഇങ്ങനെ ബൈനറി? So that was a very innovative question. So that I answered, sir, there are also names with female goddesses like Lakshmi Priya, Padma Priya എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. So he was like, but why did your parents didn't put that name to you? So I was like, so that's an interesting question. I'll have to go out and ask them. So അവർക്ക് ചിരിച്ചു. So that was one memorable moment from my interview. ഓക്കെ. ഇൻ്റർവ്യൂവിന് വിഷ്ണുപ്രിയയ്ക്ക് അത്യാവശ്യം നല്ല മാർക്സ് ഉണ്ട്, 215 മാർക്സ് ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ജേർണി, ആൻഡ് വാസ് ദെയർ എനി അഡ്വൈസ് വിച്ച് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു? Yes, sir. Sir, I primarily focused on 3 aspects in my interview. One was DAF. So I had almost 30 keywords in any DAF. So I had ChatGPT, which I had generated questions on each of these keywords. And ChatGPT, which I generated the answers to these questions. So I had Excel. From my name itself I had 40 questions. So അത്ര ഡെപ്തിൽ ഞാൻ ഡാഫ് പ്രിപ്പയർ ചെയ്തിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ മൈ ഫൈനൽ ഇൻ്റർവ്യൂ വാസ് ഓൾസോ ഫ്രം മൈ ഡാഫ്. സോ ദാറ്റ് ഹെൽപ്പ് ഡയറക്ട്ലി. പിന്നെ നെക്സ്റ്റ് വാസ് സ്പീക്കിംഗ് പ്രാക്ടീസ്. സോ വൺ സജഷൻ ദാറ്റ് ഐ ഹാഡ് ഗോട്ട് ആൻഡ് ഐ യൂസ് ടു പ്രാക്ടീസ് ഇറ്റ് ഫോർ 1 month. എനിക്ക് അങ്ങനെ കുറേ ടൈം കിട്ടിയില്ല. പക്ഷേ ഇഫ് ആസ്പിരൻറ്റ് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി ഹെൽപ്പ് ഇൻ ദ ഇൻ്റർവ്യൂ ഫേസ് ഇസ് ദാറ്റ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ
I used to read out one article aloud, and I would stand in front of the mirror. Immediately after reading the article, I would close the newspaper and say it aloud in front of the mirror. അതിൽ രണ്ട് ഗുണങ്ങളുണ്ട്. വൺ ഇസ് ദാറ്റ് വായിക്കുന്ന സമയത്ത് യു നോ ദാറ്റ് ഓക്കെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് ഐ ഹവ് ടു റീപ്രൊഡ്യൂസ് ദിസ്. സോ അത്ര ശ്രദ്ധിച്ച് വായിക്കും. യു വിൽ റീറ്റെയിൻ ഡേറ്റ ഓൾസോ. സോ ഐ യൂസ് ടു ട്രൈ ടു സേ ദ ഡേറ്റ ഓൾസോ ദാറ്റ് ഐ റൈറ്റ്. അപ്പോൾ പിന്നെ കീവേഡ്സ് വെച്ച് സംസാരിക്കാനുള്ള പ്രാക്ടീസ് ഉണ്ടാവും. നെക്സ്റ്റ്ലി യു ഗെറ്റ് ടു സീ യുവർ എക്സ്പ്രഷൻസ്. മിററിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്മൈലായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷേ സ്മേക്കായിരിക്കും മുഖത്ത് വരുന്നത്. സോ മൈനർ എക്സ്പ്രഷൻസ് ആൻഡ് വോയിസ്, നമ്മുടെ തന്നെ വോയിസ് കേട്ട് യൂസ് ടു ആവും. സോ ഇതൊക്കെയാണ് സം മൈനർ ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് മേക്ക് യു അണ്ടർ കോൺഫിഡൻറ്റ് ഇൻ ദി ഇൻ്റർവ്യൂ റൂം. So that I did for 1 month continuously every day. So that helped. So pinna peer mocks, I used to have some kind of speaking activity every day. So we had a group of 13 people and we used to sit together, brainstorm ideas about ഞങ്ങളുടെ ഡാഫിലുള്ള ടോപ്പിക്സും ആൻഡ് കറണ്ട് ഹാപ്പനിങ്സ്. We used to brainstorm those questions, and അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 10 minutes we used to have peer mocks also. So ഈ 13 ആളും ക്വസ്റ്റ്യൻ ചോദിക്കും, 3 questions each, and you have to answer it back to back rapid fire പോലെ. So that also gave a confidence that okay, so this is how I prepared for my interview. നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഫേസിൽ ഒത്തിരി മോക്ക് ഇൻ്റർവ്യൂസ്, ഒത്തിരി സ്പീക്കിംഗ് പ്രാക്ടീസ് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ച്, അതിൻ്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? ആൻഡ് ഓൾസോ മേ ബി എനി അഡ്വൈസ് വിച്ച് വാസ് വെരി യൂസ്ഫുൾ ഫോർ യു? So in the initial phases of interview preparation, I was searching for what is the ideal answer. And അത് കുറേ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ജനറലി ദ ഫീഡ്ബാക്ക് ദാറ്റ് യു ഗെറ്റ് ഇസ് ദാറ്റ് ന്യൂട്രൽ സ്റ്റാൻസ് എടുക്കണം, സൈഡ്സ് എടുക്കരുത് എന്നൊക്കെയുള്ള ഒരു ഒപ്പീനിയൻ ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു. But then later on, ഒരു സീനിയർ ബ്യൂറോക്രാറ്റ് വഴി in a one-on-one I got a comment which helped me look at the interview in a very different light, which was that walk into the interview room like you are a junior officer reporting to your senior officers. So avade you don't worry about stands, so you will just report to them honestly about what you feel. If they're asking your opinion, you will just say എനിക്ക് ഇതാണ് തോന്നുന്നത്, rest I don't know. So അവിടെ ഒരു ഓണസ്റ്റി, ജെന്യൂനിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഓൾസോ യു വിൽ നോട്ട് ബ്ലഫ്, യു വിൽ നോട്ട് ഗെസ്. സോ ഈ ട്രേറ്റ്സ് ആണ് ഇൻ്റർവ്യൂവിൽ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റൈറ്റ് ആൻസർ ഓർ ദി ഐഡിയൽ ആൻസർ എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ്സ് വൺ തിങ് ദാറ്റ് ഐ യൂസ്ഡ്. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടുന്ന് ലൈക്ക് യു വർ മൈ മെൻറ്റർ. സോ യു സെൻഡ് മീ ഫിസിക്സിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും സെൻഡ് ചെയ്തിരുന്നു ആൻഡ് ഹിസ്റ്ററിയുടെ ട്രാൻസ്ക്രിപ്റ്റും സെൻഡ് ചെയ്തിരുന്നു. സോ അതിലേക്ക് ഒരു സ്ട്രീം ലൈൻഡ് പ്രിപ്പറേഷൻ ഐ കുഡ് ഗെറ്റ്. പിന്നെ പാനൽ മോക്സ്, ഇവിടെ നിന്ന് ഫോർച്യൂണിൽ ഞാൻ പാനൽ മോക്സിനെയാണ് വരുന്നത്. സോ ഐ ഓൾവേസ് കീപ് സെയിങ് ദിസ്. എൻ്റെ ഫസ്റ്റ് പാനൽ മോക്ക് വാസ് ഇവിടുത്തെ ഫാക്കൽറ്റി മോക്ക്, ആൻഡ് ലാസ്റ്റ് മോക്ക് ബിഫോർ മൈ ഫൈനൽ ഇൻ്റർവ്യൂ വാസ് ഓൾസോ ഫ്രം ഹിയർ. സോ അന്ന് മുനിസർ മെസ്സേജ് മീ ആഫ്റ്റർ മൈ മോക്ക് ദാറ്റ് യു വിൽ സ്കോർ അബൌട്ട് 200. സോ ഐ ഓൾവേസ് ഹാഡ് ദാറ്റ് ഇൻ മൈ മൈൻഡ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അറ്റ് ദ ഫൈനൽ ഫേസ്. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ പോകുന്നത്. To aspirants, I would like to say interview more than the content, focus more on the speaking part. So adine vendittu there is a strategy that I followed, that I used to read out one article from the newspaper aloud. പിന്നെ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് I would reproduce that article. So അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. This I used to do for 1 month full. So അങ്ങനെ, and some kind of one-on-one sessions and interaction with your friends, peer mocks also will help. So it's a lot of speaking for interviews. So yeah. Okay. ഈ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓവറോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ട സ്കിൽസ് എന്തായിരിക്കും, ആൻഡ് ഹൗ ക്യാൻ വി ഡെവലപ്പ് ഇറ്റ്? So one skill is curiosity. So you need to be inquisitive about everything. ഞാൻ ന്യൂസ് പേപ്പറൊക്കെ തുടങ്ങിയ സമയത്ത് I would Google every word. എന്തെങ്കിലും ഗ്ലോബൽ ഗ്രൂപ്പിംഗ് വരുമ്പോൾ I will not know the context. സോ അങ്ങനെ ഗൂഗിൾ ചെയ്ത് കുറേ നമ്മൾ പഠിക്കും. ഈവൻ നാജിയോ കണ്ടിരുന്നു ഒരിടയ്ക്ക്, ബിക്കോസ് ആനിമൽ ബിഹേവിയറിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഐ യൂസ് ടു ബിഞ്ച് വാച്ച് ഓൾ ദ നാഷണൽ ജിയോഗ്രഫി, കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ക്രാക്ക് ചെയ്യാം. സോ ഇൻക്വിസിറ്റീവ്നെസ് ഇസ് വൺ തിങ്. പിന്നെ സർ പേഷ്യൻസ്, ബിക്കോസ് റിസൾട്ട്സ് ഡോണ്ട് ഷോ ഇമ്മീഡിയറ്റ്ലി. കുറേ നാൾ മന്ത്സ് എടുത്ത് കഴിയുമ്പോഴാണ് റിസൾട്ട് സ്റ്റാർട്ട് ഷോയിങ്. ബട്ട് യു നീഡ് ടു ഷോ അപ്പ് എവറി ഡേ. സോ പെർസിസ്റ്റ് ചെയ്യുക. പിന്നെ ഡിസിപ്ലിൻ ഇസ് വൺ സ്കിൽ. അഗൈൻ ഡെയിലിയും പിന്നെ മന്ത്ലി ആൻഡ് ഇയർലി ടാർഗറ്റ്സ് ഉണ്ടാവണം. ആൻഡ് അത്
കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയിട്ടായാലും അത് സ്റ്റിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം. സോ ഡിസിപ്ലിൻ, ഈ സ്കിൽസ് ഐ തിങ്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ബിഗിനർക്ക് വിഷ്ണുപ്രിയയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? So one is study the exam very well. Be very objective about it. Exam ആയിട്ട് കാണുക. So sometimes I've observed that being an aspirant itself is an identity. ഇപ്പോൾ ഞാനൊരു ആസ്പിറൻ്റ് ആണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് റോങ്. പക്ഷേ ചിലപ്പോൾ അത് നമ്മളെ കുറച്ച് ഡിസ്ട്രാക്ട് ചെയ്തേക്കാം. സോ ലുക്ക് അറ്റ് ഇറ്റ് വെരി ഒബ്ജക്റ്റീവ്ലി. ദിസ് ഇസ് എ എക്സാം. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി എക്സാം ഡിമാൻഡ്സ് വെരി വെൽ. അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് സോഴ്സസ് ഇസ് ദ PYQ. ഇഫ് യു ഹാവ് മെൻറ്റേഴ്സ്, ഗോ ടു ദം, ടോക്ക് ടു ദം ആൻഡ് ബി ഓണസ്റ്റ് അബൌട്ട് വാട്ട് യു ആർ ട്രൈങ് ടു ഡു. പിന്നെ മേക്ക് എ സ്കെഡ്യൂൾ, സ്റ്റിക്ക് ടു ഇറ്റ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ്. പിന്നെ വൺ മോർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു സേ ടു ആസ്പിറൻസ് ഇസ് ദാറ്റ് you can never be completely ready. ഒരു ഫേസിലും even now I don't feel like, even after being in the rank list, I don't feel like I'm completely ready. സോ ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് റീഡ്. സോ വിൽ നെവർ ബി കംപ്ലീറ്റ്ലി റെഡി ഓർ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്. സോ ട്രസ്റ്റ് വാട്ട് യു ഓൾറെഡി നോ ആൻഡ് ഉള്ള നോളജിൽ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആവാൻ ട്രൈ ചെയ്യുക. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വുഡ് വാണ്ട് ടു സേ. Okay. So thank you so much. As in borrowing one of your words, you were very brutally honest in this interview. Yes. So I'm very sure it will be very useful to aspirants also. Thank you so much. Thank you so much.